പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിജി സ്റ്റീഫൻ. ഞാൻ പുത്തഞ്ചിറ, തൃശ്ശൂർ ജില്ലയിൽ പുത്തഞ്ചിറ ഇടവകയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ മകൻ എയ്ബൽ സ്റ്റീഫൻ. 2023 ഫെബ്രുവരി 10 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മേനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഉടമ്പടി എടുക്കുന്ന കാര്യം നാട്ടിൽ പലയിടത്തും ഞാൻ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്, ഇവിടെ കൃപാസനത്തെക്കുറിച്ച്. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ഉടമ്പടി എടുക്കാൻ മടിച്ചിരുന്നു. ഇവിടെ പറയുന്ന കണ്ടീഷൻസ് എനിക്ക് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ള സംശയമുള്ളതുകൊണ്ട് ഞാനത് എടുക്കാനായിട്ട് താല്പര്യപ്പെട്ടിരുന്നില്ല. എന്നാൽ 2023 എൻ്റെ മകൻ്റെ SSLC പരീക്ഷയുടെ സമയത്ത്, ആ സമയത്ത് കോവിഡൊക്കെ കഴിഞ്ഞ സമയം, എല്ലാവരും കുട്ടികളൊക്കെ മൊബൈലിന് ഏകദേശം അഡിക്ഷനായിരിക്കുന്ന സമയമായിരുന്നു. എൻ്റെ മകനും അതുപോലെ തന്നെ ഒരുപാട് മൊബൈൽ ഉപയോഗിക്കലും മൊബൈൽ അഡിക്ഷനും മൂലം പഠനത്തിൽ വളരെ ഉഴപ്പായിരുന്നു. അവൻ ഒരു അത്യാവശ്യം നന്നായി പഠിച്ചിരുന്നൊരു കുട്ടിയാണ്. പക്ഷേ ഈ മൊബൈൽ അഡിക്ഷൻ മൂലം പഠനത്തിൽ ശരിക്കും ഉഴപ്പിയ ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ SSLC പരീക്ഷയിൽ ഇവൻ തോറ്റുപോകുമോ എന്ന് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. ആ ഭയം മൂലമാണ് ഞാൻ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി എടുക്കാനായിട്ട് നിർബന്ധിതയായത്. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി എടുത്ത് ഞാൻ അവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. കൂടെ അവന് മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും പനി വരുന്ന ഒരു കണ്ടീഷനുണ്ട്, അലർജിക്കായിട്ടുള്ള ഒരു പനി. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഇവന് പരീക്ഷയിൽ നന്നായി പഠിക്കാനും അതിൽ നിന്ന് ഉയർന്ന മാർക്ക് കിട്ടുവാനും വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ പരീക്ഷാ ദിവസങ്ങളായി. അവസാനത്തെ പരീക്ഷ ദിവസം മലയാളം സെക്കൻഡ് പേപ്പറിൻ്റെ അന്ന് ശക്തമായ പനിയായിട്ട് അവന് ഉറങ്ങാൻ പോലും സാധിച്ചിട്ടില്ല. അപ്പോൾ ഓരോ പരീക്ഷയുടെ കഴിഞ്ഞ് ലാസ്റ്റ് പരീക്ഷയുടെ ദിവസമായി അന്ന് ഇവൻ ടെൻഷൻ കൊണ്ടാണെന്ന് തോന്നുന്നു, വല്ലാണ്ട് പനിയായിരുന്നു. രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അവസാനം നിർബന്ധിച്ച്, മോനെ എങ്ങനെയെങ്കിലും പോയി ഒന്ന് പരീക്ഷ എഴുത്, എങ്ങനെയെങ്കിലും ആവട്ടെ, ജയിക്കുമെങ്കിലും ചെയ്യുമല്ലോ, കഷ്ടിയെങ്കിലും എന്ന് വിചാരിച്ചിട്ട് അവനെ നിർബന്ധിച്ച് വിടുകയാണ് ഉണ്ടായത്. അങ്ങനെ അവൻ പോയി പരീക്ഷ ഹാളിലെത്തി. അവിടെ വെച്ച് ഛർദ്ദിച്ച് പരീക്ഷ ഒന്നും തന്നെ എഴുതിയിട്ടില്ല. ഞാൻ വീട്ടിൽ വന്നപ്പോൾ അവനോട് ചോദിച്ചു, മോനെ എന്തെങ്കിലും നിനക്ക് എഴുതാൻ പറ്റിയോ, ജയിക്കാനുള്ളതെങ്കിലും നീ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാനൊന്നും തന്നെ എഴുതിയിട്ടില്ല അമ്മേ, എനിക്കൊന്നും എഴുതാൻ പറ്റിയില്ല എന്നാണ് മറുപടി പറഞ്ഞത്. പക്ഷേ ഞാൻ അപ്പോഴും നിരാശപ്പെട്ടില്ല. പരിശുദ്ധ അമ്മയോട് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഉടമ്പടി പ്രാർത്ഥനകൾ കൃത്യമായി ചെയ്തിരുന്നു. ഇവനെ പരീക്ഷയ്ക്ക് വിടുമ്പോഴൊക്കെ ഞാൻ എന്നും ഉടമ്പടി തൈലം പുരട്ടി ഉപ്പ് വായലിട്ട് കൊടുത്ത് ഉടമ്പടി കാശുരൂപം കൊടുത്തിട്ടാണ് ഞാൻ വിട്ടിരുന്നത്. അങ്ങനെ പരീക്ഷയുടെ റിസൾട്ട് വന്നു. അപ്പോൾ അവന് ഏറ്റവും ടഫായിട്ടുള്ളത് ഫിസിക്സും മാത്സും ഇത്തിരി ടഫാണ്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞത്, ഫിസിക്സും മാത്സിനും എങ്കിലും ബാക്കി സബ്ജക്ട്സിന് A+ കിട്ടുന്ന രീതിയിലുള്ളൊരു വിജയം അവന് നൽകണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അതുപോലെ ഫിസിക്സിനും മാത്സിനും എയും മറ്റു സബ്ജക്ട്സിന് A+ആയിട്ടുള്ള ഒരു വിജയം അവന് നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. രണ്ടാമതായിട്ട് ഞാൻ നേഴ്സിംഗ് ഫീൽഡിലാണ്, സീനിയർ നേഴ്സിംഗ് ഓഫീസർ ആയിരുന്നു. ആദ്യം നേഴ്സിംഗ് സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്ത സമയത്ത് 2015 മുമ്പായിട്ട് ഞങ്ങൾക്ക് ബൈ ട്രാൻസ്ഫർ പ്രൊമോഷൻ മൂലം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് നേഴ്സിംഗ് ട്യൂട്ടർ ആവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ കാര്യത്തിലൊരു തീരുമാനമുണ്ടായിരുന്നില്ല. ഞങ്ങളത് ഏകദേശം ഇനി ഒന്നും സംഭവിക്കാൻ പോണില്ല, എന്തായാലും കിട്ടില്ല എന്ന് തന്നെ എഴുതി തള്ളിയ ഒരു വിഷയമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഉടമ്പടി ഇതിലിവിടെ പല പ്രാവശ്യം വന്ന് പുതുക്കിയിരുന്നു, ഇടയ്ക്ക് മുടങ്ങിയിരുന്നു. അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം 2022 ആയ സമയത്ത് ഒരിക്കൽ വീണ്ടും ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ഓർഡർ ഇറങ്ങാണ് വീണ്ടും കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ കൊടുക്കണ സമയം അത് എങ്ങനെയാണെന്ന് അറിഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ യാദൃച്ഛികമായിട്ട് കണ്ടതാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന
വേറെ MSc നേഴ്സിംഗ് കഴിഞ്ഞ കുട്ടികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു, ജൂനിയറായിട്ടുള്ളവർ. അവരിലൂടെയാണ് ഞാനത് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ എൻ്റെ കൂടെ പഠിച്ച മറ്റുള്ളവരെ ഈ മുമ്പ് കൊടുത്തിരുന്ന അവരോടൊക്കെ പറഞ്ഞ് എല്ലാവരും വീണ്ടും അപേക്ഷ കൊടുക്കുകയുണ്ടായി. അങ്ങനെ കൊടുത്തിട്ട് അപ്പോഴും കൊടുക്കുമ്പോഴും ഇതിൽ എന്തെങ്കിലും ഒരു മറുപടി കിട്ടും എന്ന് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം വർഷങ്ങളേറെ കഴിഞ്ഞിരുന്നു. അങ്ങനെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മറുപടി വരികയാണ്, സീനിയോറിറ്റി ലിസ്റ്റ് വെച്ച് അതിൻ്റെ ഓർഡർ ഇറങ്ങി, സീനിയോറിറ്റി ലിസ്റ്റ് ഓർഡർ ഇറങ്ങി. അത് കഴിഞ്ഞ് കൊടുത്തു. അതിൻ്റെ പുറകെ ഞങ്ങളുടെ ഒരുപാട് ജൂനിയറായിട്ടുള്ള പലരും കേസ് കൊടുത്തു. അങ്ങനെ വീണ്ടും അത് പെൻഡിങ്ങായി, അത് നീങ്ങാത്ത ഒരവസ്ഥയായി. ഞങ്ങളൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ആ കാര്യം ഉപേക്ഷിച്ചു. അങ്ങനെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഇത് എനിക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ മാത്രം എനിക്ക് തന്നാൽ മതി, അല്ലെങ്കിൽ വേണ്ട, എനിക്കിനി കുറച്ച് വർഷങ്ങളേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അതെനിക്ക് അർഹതയുണ്ടെങ്കിൽ മാത്രം, അമ്മയ്ക്ക് അറിയാമല്ലോ, അർഹതയുണ്ടെങ്കിൽ മാത്രം എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ 2024 അതിൻ്റെ ഇടയിൽ കുറേ കേസുകൾ വന്നു, ഒരുപാട് കേസുകൾ വന്നു. ഞങ്ങൾ കൊടുത്ത കേസല്ല, പക്ഷെ ഞങ്ങൾ റെസ്പോണ്ടൻ്റായിട്ട് പോകേണ്ടി വന്നു. ഹൈക്കോർട്ടിൽ കേസ്, അതിനൊക്കെ ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെ കൊടുത്തെങ്കിലും അവിടെ അഡ്വക്കേറ്റ് കേസ് എടുക്കുക പോലും ചെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങളിതൊന്നും എഴുതിത്തള്ളി, ഇനി കിട്ടാനൊരു സാധ്യതയില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് 2024 ഡിസംബർ 5-ാം തീയതി ഞങ്ങൾക്ക് പോസ്റ്റിംഗ് ഓർഡർ വരികയാണ്. അങ്ങനെ 2024 ഡിസംബർ 25 ഓർഡർ വന്നെങ്കിലും ആ സമയത്ത് അന്ന് എനിക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല. കാരണം ഹോസ്പിറ്റലിൽ കായകൽപ്പിൻ്റെ ഒരു ഇൻസ്പെക്ഷൻ വന്നിരിക്കുകയാണ്, അതിൻ്റെ തിരക്കിലായിരുന്നു. അങ്ങനെ എല്ലാവരും 6-ാം തീയതി പോയി ജോയിൻ ചെയ്തു. എനിക്കന്ന് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഡിസംബർ 7-ാം തീയതി മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് എനിക്ക് പാലക്കാട് ജില്ലയിൽ അവിടെ ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗിൽ നഴ്സിംഗ് ട്യൂട്ടറായിട്ട് ജോയിൻ ചെയ്യാൻ സാധിച്ചു. അത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അങ്ങനെ ജോയിൻ ചെയ്ത ദിവസം തന്നെ സ്വന്തം ജില്ലയായ തൃശ്ശൂർ ജില്ലയിലേക്ക് ട്രാൻസ്ഫർ അപ്ലിക്കേഷൻ വെച്ചു. എന്നിരുന്നാലും എന്തെങ്കിലും കിട്ടുമല്ലോ, അപ്ലിക്കേഷൻ വെക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഒരു 10 മാസം കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ജൂലൈ 19-ാം തീയതി 2025 ജൂലൈ 19-ാം തീയതി ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ട്രെയിൻ ഇറങ്ങി വരുമ്പോൾ എനിക്ക് കാലിലൊരു ബുള്ളറ്റ് വന്ന് തട്ടി, പാദത്തിൽ 2 ബോൺ ഫ്രാക്ചറായി. അങ്ങനെ ഞാൻ ബെഡിൽ കിടക്കുന്ന സമയത്ത്, പ്ലാസ്റ്ററൊക്കെ ഇട്ട് കിടക്കുന്ന സമയത്ത്, ഉടമ്പടി ധ്യാനം കിടന്ന് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓഗസ്റ്റ് മാസത്തിലെ ഒരു ചൊവ്വാഴ്ച ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ ഇവിടെ പറയാണ്, ഇന്നേക്ക് 48 ദിവസത്തിനുള്ളിൽ, 43 48 കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, ഒരു ചൊവ്വാഴ്ച ധ്യാനത്തിൽ പറയുകയാണ്, ട്രാൻസ്ഫർ അപ്ലിക്കേഷൻ കൊടുത്തവരുടെ കാര്യത്തിൽ ഈ ഇത്രയും ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനം ഉണ്ടാകും. ഞാനത് കേട്ട ഉടനെ ഞാൻ ട്രാൻസ്ഫറിന് വേണ്ടി ഏറ്റവും ആഗ്രഹിച്ചിരുന്ന സമയമാണ്. കാരണം ഈ പാലക്കാട് ജില്ലയിൽ രാവിലെ തന്നെ പോവുക, 8 മണിക്ക് അവിടെ എത്തണം, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം സ്വന്തം ജില്ലയിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ആഗ്രഹിച്ചിരുന്ന സമയമാണ്. ഈ ഉടമ്പടിയിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നു. അങ്ങനെ അച്ഛനിത് പറഞ്ഞ വഴിക്ക് ഞാൻ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ അത് എനിക്കുള്ളതായിരിക്കും, ഈ സന്ദേശം എനിക്കുള്ളതാണല്ലോ. ഞാൻ പിന്നെ ഇതിനു വേണ്ടി ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കാൻ തുടങ്ങി. ഈ അച്ഛൻ പറഞ്ഞ ദിവസം തീരുന്നത് സെപ്റ്റംബർ 30-ാം തീയതിയാണ്. അപ്പം ഞാൻ 26, 27, 28 ഇങ്ങനെ ഓരോ ദിവസം എത്തുമ്പോഴും ഇനി ഒരു ദിവസം കൂടിയുള്ളൂ, ഇനി 2 ദിവസം കൂടിയുള്ളൂ, ഒന്നും വരുന്നില്ലല്ലോ എന്ന് കാത്തിരിക്കുകയായിരുന്നു. അവസാനം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യേണ്ട ദിവസം കൂടിയായി. അപ്പോൾ എനിക്ക് പ്രതീക്ഷയില്ലാണ്ടായി, ഇനിയിപ്പോഴൊന്നും കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ ഇരിക്കെ സെപ്റ്റംബർ 29-ാം തീയതി ട്രാൻസ്ഫർ അപ്ലിക്കേഷൻ വരികയാണ്. അങ്ങനെ ആ മാതാവ് ജോസഫ് അച്ഛനിലൂടെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച മറ്റൊരു അത്ഭുതമായിട്ട് തന്നെ ഞാനതിനെ കണക്കാക്കുകയാണ്. ഇതുകൂടാതെ ഞാൻ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലായിരിക്കുമ്പോൾ അവിടെ ബൈക്ക് ആക്സിഡൻറ്റ് മൂലം, അവിടെ ജോലി ചെയ്ത സമയത്ത് ബൈക്ക് ആക്സിഡൻറ്റിൽ ഒരു പയ്യൻ, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പയ്യനാണ്, അവൻ ബൈക്ക് ആക്സിഡൻ്റായിട്ട് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലായി, അബോധാവസ്ഥയിലാണ്, റൈൽസ് ട്യൂബ് ഫീഡിങ്, പിന്നെ ട്രക്കിയോസ്റ്റമി, ആകെ ഇനി ഒന്നും ചെയ്യാനില്ല. ഡോക്ടേഴ്സ് അവരത്യാവശ്യം ഒരുമാതിരി ചികിത്സകളൊക്കെ കഴിഞ്ഞ് പാലിയേറ്റീവ് കെയർ മാത്രം ഇനി സാധിക്കുള്ളൂ, ഇനി വേറൊരു രക്ഷയില്ല എന്നുള്ള രീതിയിൽ പാലിയേറ്റീവ് കെയറിന് വേണ്ടി താലൂക്ക് ആശുപത്രിയിൽ പേവാർഡിൽ അഡ്മിറ്റാക്കുകയാണ്. MLAയുടെ അവിടെ എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് MLAയുടെ പ്രത്യേക റെക്കമെൻഡേഷനോട് കൂടിയിട്ടാണ് അവിടെ അഡ്മിറ്റാക്കിയത്. അങ്ങനെ ഞാൻ ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടിക്ക് വരുന്ന സമയത്ത് ഇവനെ കാണുകയാണ്.
അങ്ങനെ ഞാൻ പിറ്റേ ദിവസം വന്നപ്പോൾ ഇവനെ കണ്ടപ്പോൾ എനിക്ക് വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ്. 20 വയസ്സുള്ള ഒരു പയ്യൻ, അവൻ്റെ അമ്മയും അച്ഛനും അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ. പിറ്റേ ദിവസം ഞാൻ ഉടമ്പടി തൈലെടുത്ത് കൊണ്ടുപോയിട്ട് അവൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് അവന് വേണ്ടി മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും കുറച്ച് ദിവസം അങ്ങനെ കടന്നുപോയി. വേറൊരു നൈറ്റ് ഡ്യൂട്ടി ടേൺ വന്നപ്പോൾ ഒരു ദിവസം ഇവൻ അൺകോൺഷ്യസ് ആണ്. ഫുഡ് കൊടുക്കണതിൻ്റെ ഇടയിൽ കൈ തട്ടിയിട്ട് ഇട്ടിരുന്ന റൈൽസ് ട്യൂബ് ഊരിപ്പോയി. അപ്പോൾ കാഷ്വാലിറ്റി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 3 ജൂനിയർ ഡോക്ടേഴ്സ് ട്രൈ ചെയ്തു. കാരണം ട്രക്കിയോസ്റ്റമി ട്യൂബുണ്ട്, കത്തീറ്ററുണ്ട്, എല്ലാ ഇതും കൂടിയിട്ടാണ്. ഇവനൊന്നും ചെയ്യാൻ പറ്റില്ല, അൺകോൺഷ്യസ് ആണ്. ഒരു ഞരക്കം മാത്രമേ ഉള്ളൂ ജീവൻ്റെ ലക്ഷണമായിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ 3 ജൂനിയർ ഡോക്ടേഴ്സ് കാഷ്വാലിറ്റിയിൽ അവർ 3 പേരും ഡേ ടൈമിൽ ട്രൈ ചെയ്തു ഈ ട്യൂബൊന്ന് ഇടാൻ വേണ്ടിയിട്ട്. അവർക്ക് ആർക്കും സാധിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഈ ട്യൂബൊന്ന് ഇട്ടാലാണ് എന്തെങ്കിലും ഫീഡ് കൊടുക്കാൻ പറ്റുള്ളൂ. ആ അവസ്ഥയിൽ ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് വരികയാണ്. അപ്പോൾ അവിടുത്തെ അനസ്തെറ്റിസ്റ്റ് എന്നോട് വിളിച്ചു പറഞ്ഞു, സിസ്റ്ററെ ഒന്ന് ട്രൈ ചെയ്യാമോ, അല്ലെങ്കിൽ അനസ്തെറ്റിസ്റ്റ് വന്ന് ഇനി ഇടണം, ഇനി വേറൊരു ഓപ്ഷൻ ഇല്ല, സാറ് വന്ന് ഇടേണ്ടതാണ്. അങ്ങനെ സാറ് എന്നോട് റിക്വസ്റ്റ് ചെയ്തു, സിസ്റ്റർ ഒന്ന് ട്രൈ. അപ്പം എന്നെ നേരത്തെ അറിയാവുന്നതാണ്, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. സാറപ്പോൾ അവിടെ സൂപ്രണ്ടിൻ്റെ ചാർജും കൂടി ഉണ്ടായിരുന്ന സമയമാണ്. അപ്പോൾ സാറിന് ദൂരേന്ന് വരേണ്ട, വൈകുന്നേരം വരാൻ മടിയായിട്ടോ സാറിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നുകൊണ്ടായിരിക്കാം. സാർ എന്നോട് റിക്വസ്റ്റ് ചെയ്തു, സിസ്റ്ററെ ഒന്ന് ട്രൈ ചെയ്യൂ, ഒന്ന് ഇട്ട് നോക്ക്, സിസ്റ്റർക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ കിടക്കുന്ന പേഷ്യൻ്റാണ്, എനിക്ക് പറ്റില്ല, സാർ തന്നെ വരണം, അല്ലാണ്ട് ശരിയാവില്ല. സാറ് വീണ്ടും പറ്റും സിസ്റ്റർ, പറ്റും, ഇങ്ങനെ ചെയ്താൽ മതി, ഇനി എന്നിട്ട് പറ്റിയില്ലെങ്കിൽ ഞാൻ വന്നോളാം, ഒന്ന് ട്രൈ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് സാറ് നിർബന്ധിച്ചു. അവസാനം എനിക്ക് എന്ത് ചെയ്യാം, സാറിനോട് ഒന്നും പറയാൻ നിവൃത്തിയില്ല. അങ്ങനെ അവസാനം അപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റു സിസ്റ്റർമാർ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ വേണ്ട, അത് ഡേഞ്ചറാണ്, റിസ്ക്കാണ്, സിസ്റ്റർ ചെയ്യാൻ നിൽക്കണ്ട, സാറ് വന്ന് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ എന്തായാലും വേണ്ടില്ല, ചെയ്യാം, സാർ ഇത്രയും പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ റൂമിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെന്നു. അവൻ്റെ അമ്മോട് പറഞ്ഞു, എനിക്കറിയില്ല, പറ്റുമോയെന്ന് അറിയില്ല, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തു. അത് അവന് വലിയ പ്രശ്നമൊന്നുമില്ലാതെ ശരിക്കും ഇടാൻ സാധിച്ചു. 2-3 ദിവസങ്ങൾക്ക് ശേഷം, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ ഒന്നും ചെയ്യാനില്ല, പാലിയേറ്റീവ് കെയർ മാത്രം എന്നും പറഞ്ഞ് അഡ്മിറ്റാക്കിയ പയ്യൻ വളരെ സുബോധത്തോടു കൂടി അവൻ്റെ ബ്ലഡ് ടെസ്റ്റും എല്ലാം നോർമലായി. അവൻ വളരെ സുഖമായിട്ട് ഡിസ്ചാർജായി നടന്നു പോയി വീട്ടിലേക്ക്. അങ്ങനെ അവരിവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അവരെ കാണാൻ പറ്റിയിട്ടില്ല. കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ ഇടയ്ക്ക് പോയിട്ട് അവർക്ക് ഒരു ദിവസത്തേക്കുള്ള ആഹാരത്തിനുള്ള പണം കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്ത് ഒരു കുട്ടിക്ക് വിവാഹ ആവശ്യത്തിനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വീട് പണിയാനായിട്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് തൃശ്ശൂർ നഴ്സിംഗ് സ്കൂളിലാണ്. അവിടെ ലിറ്റിൽ ബ്രദേഴ്സ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. പാവപ്പെട്ട രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സർവീസ് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ജനറൽ ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലും പാവപ്പെട്ട രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ്. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ സാലറിയുടെ ഒരു വിഹിതം അവിടെ കൊടുക്കാറുണ്ട് അതിനായിട്ട്. ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ദിവസവും പരമാവധി ദിവസങ്ങളിൽ ഞാൻ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ ശ്രമിക്കാറുണ്ട്. വല്ലപ്പോഴൊക്കെ മുടങ്ങാറുള്ളൂ. അതുപോലെ തന്നെ ദിവസവും വചനവായന. ചിലപ്പോൾ വചനവായന സമയത്ത് എനിക്ക് ക്ഷീണവും ഉറക്കമൊക്കെ വരുന്ന സമയമാണെങ്കിൽ ഞാൻ പിറ്റേ ദിവസം കൂടുതൽ സമയം ബൈബിൾ വായന എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടിയുടെ നിബന്ധന ഉള്ളതുകൊണ്ട് കൃത്യം ഇത്ര അരമണിക്കൂർ മിനിമം വേണമെന്നുള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ ഏതെങ്കിലും ദിവസം കുറഞ്ഞു പോയാൽ പിറ്റേ ദിവസം അത് കൂടുതലായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അമ്മ മാതാവിനും ഉണ്ണീശോയ്ക്കും കോടാനുകോടി നന്ദികൾ പറഞ്ഞ് ഞങ്ങളെ സാക്ഷി നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 52-ാം അധ്യായം 9-ാം വാക്യം. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഷിജി സ്റ്റീഫൻ തൃശ്ശൂർ തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ അമ്മയുടെ ഉടമ്പടിയിലെ ഏറ്റവും വലിയ നിയോഗ പ്രാർത്ഥന എന്ന് പറയുക
ഈ മകൻ്റെ തിരിച്ചുവരവ് തന്നെയാണ്. ഒരു കൊറോണ കാലത്ത് അതിൻ്റെ ഒരു സമയത്തുണ്ടായ മൊബൈലിനോട് ചേർന്നുള്ള ജീവിതവും അതുപോലെ തന്നെ പഠിത്തത്തോട് തിരിച്ചു വരാനുള്ള ഈ മകൻ്റെ തിരിച്ചുവരവാണ് ഈ അമ്മ ആഗ്രഹിച്ച ഉടമ്പടിയിൽ. അത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെയും ഈ മകൻ തിരിച്ചു കിട്ടുവാനും അതുപോലെ തന്നെ ഈ മകൻ്റെ പഠന ജീവിതത്തിൽ ഉന്നതമായ വിജയം നൽകി പരിശുദ്ധ അമ്മ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ അമ്മയുടെ ജീവിതത്തിൽ ട്രാൻസ്ഫറിൻ്റെതായ കാര്യങ്ങൾ, സീനിയർ നേഴ്സ് ഓഫീസറായിട്ടുള്ള ട്രാൻസ്ഫറിൻ്റെ കാര്യങ്ങളാണെങ്കിലും പരിശുദ്ധ അമ്മ ഇടപെടലിലൂടെ ഈ അമ്മയ്ക്ക് അത് സാധിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ അമ്മയുടെ പ്രവർത്തനങ്ങളിലൂടെ തന്നെ നിരവധിയായ കൂടെയുള്ളവർക്കും അതുപോലെ ഹോസ്പിറ്റലിലേക്ക് വന്ന അത് പാലിയേറ്റീവ് കെയർ വേണമെന്ന് പറഞ്ഞ ഒരു മകന് പോലും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയിൽ ഒരു റിക്കവറിയാണ് ഉണ്ടായത്. അത് ഈ അമ്മയുടെ ഉടമ്പടി ജീവിതത്തോട് ചേർന്നുള്ള ക്രമീകരണം തന്നെയാണ്. ഈ ഒരു അമ്മയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും അത് ഉടമ്പടി നേർച്ച വസ്തുക്കളോട് ചേർന്നുള്ള ഒരു വലിയ വിശ്വാസം തന്നെയാണ്. ഈ അമ്മയുടെ ജീവിതത്തിലും ഈ മുമ്പോട്ടുള്ള ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ കുടുംബത്തെയും അമ്മച്ചിയെയും മാറ്റട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഇത് കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മളെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.